ഹലോ. ഗ്രാമറൊന്നും പഠിക്കാണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊരു ഇംഗ്ലീഷിൻ്റെ ബേസിക് കോഴ്സായിട്ട് കാണണം കേട്ടോ. എൻ്റെ പേര് അജിൻ എന്നാണ്. ഇംഗ്ലീഷ് വിത്ത് അജിൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി. സോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിവിടെ ഗ്രാമറൊന്നും പഠിപ്പിക്കുന്നില്ല, പകരം ഇംഗ്ലീഷിൻ്റെ ഓരോ അർത്ഥങ്ങളൊക്കെ പറഞ്ഞെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗം പഠിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഒന്നും ഇംഗ്ലീഷ് അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള സ്റ്റുഡൻസിനാണ്. രണ്ടാമത്, ഇതിൻ്റെ അവസാനം നമ്മളെങ്ങനെ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതും പറയൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടെ പഠിക്കാവുന്നത് നമ്മളൊന്ന് നോക്കുക. ഒരു സെൻറ്റൻസ് നമുക്കിവിടെ ശ്രദ്ധിക്കാം. നിങ്ങളൊരു ബുക്കും പേനയുണ്ടെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കണം. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് എന്നുള്ളതാണ്. ആ പേജിൽ വെറുതെ ഒരു ആണ് എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇതെങ്ങനെ പഠിക്കണം നോക്ക്. ഞാൻ ആണ്, നിങ്ങളാണ്, അവൾ ആണ്, അവനാണ്, അവറാണ്, ഞങ്ങളാണ്, അത് ആണ്. ഒന്നും കൂടി നിങ്ങളൊന്ന് ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഒരു ഡോക്ടറാണ്, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ആ ആണ് എന്നുള്ളൊരു വേർഡിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ ചിന്തകളൊക്കെ പോകണം. അപ്പം ഞാൻ ഒരു ഡോക്ടറാണ്, ഐ എം എ ഡോക്ടർ. നിങ്ങൾ ഒരു ഡോക്ടറാണ്. അപ്പോൾ അവിടെ നിങ്ങൾ എഴുതി വയ്ക്കുക, ഐ എം എ ഡോക്ടർ, ഞാൻ ഒരു ഡോക്ടറാണ്. രണ്ടാമത്തെ സെൻറ്റൻസ്, നിങ്ങൾ ഒരു ഡോക്ടറാണ്, യു ആർ എ ഡോക്ടർ. അപ്പോൾ അവിടെ യു ആർ ആയി. മൂന്നാമത്തത്, അവൻ ഒരു ഡോക്ടറാണ്, ഹി ഈസ് എ ഡോക്ടർ. നാലാമത്തെ സെൻറ്റൻസ്, അവൾ ഒരു ഡോക്ടറാണ്, ഷീ ഈസ് എ ഡോക്ടർ. അഞ്ചാമത്തെ സെൻറ്റൻസ്, ഞങ്ങളൊരു ഡോക്ടറാണ്, വി ആർ ഡോക്ടേഴ്സ്. ആറാമത്തെ സെൻറ്റൻസ്, അവർ ഡോക്ടേഴ്സാണ്, ദേ ആർ ഡോക്ടേഴ്സ്. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ പ്ലൂറലായതുകൊണ്ടാണ് ആറെന്ന് ഉപയോഗിച്ചതും ഡോക്ടേഴ്സ് എന്ന് ഉപയോഗിച്ചിട്ടോ. അതുമാതിരി തന്നെ ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്, അത്. ഇപ്പോൾ ഒരു മൃഗങ്ങളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, ജീവനില്ലാത്ത വസ്തുക്കളെക്കുറിച്ചും പറയാം. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇറ്റ്, അത് സൂപ്പറാണ്, ഇറ്റ് ഈസ് സൂപ്പർ അല്ലേ, അത് സൂപ്പറാണ്. അത് ബ്യൂട്ടിഫുള്ളാണ്, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന്, ഇംഗ്ലീഷ് അറിയാത്തവർ ഗ്രാമർ തന്നെയാണ് പറയണത്, പഠിപ്പിക്കണേ. പക്ഷേ ഗ്രാമർ നമ്മൾ മലയാളം പഠിച്ചതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയാണ്. റൂളൊന്നും വെച്ച് പഠിക്കാൻ ശ്രമിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പോൾ ആണ് എന്നുള്ളൊരു ഇതിൻ്റെ കീഴിൽ നമ്മൾ ഈ 7 സബ്ജക്റ്റ് വെച്ച് പറഞ്ഞു. ഐ വെച്ച് പറഞ്ഞു, യു വെച്ച് പറഞ്ഞു, ഹീ പറഞ്ഞു, ഷീ പറഞ്ഞു, ദേ പറഞ്ഞു, വി പറഞ്ഞു, ഇറ്റ് പറഞ്ഞു. ഇനി നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഐ ആം ഹാപ്പി എന്നല്ല പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഐ ആം ഡോക്ടർ, ഐ എം എ ഡോക്ടർ. നമുക്ക് ഹാപ്പി എന്ന് വെച്ചിട്ടുള്ള ഒരു വേർഡ് ഉപയോഗിച്ച് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. സാഡ് എന്ന് വെച്ചിട്ടുള്ളതൊരു കാര്യം ഉപയോഗിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാം. സീരിയസ്, അവൻ സീരിയസ് ആണ്, ഞാൻ സീരിയസ് ആണെന്നൊക്കെ പറയില്ലേ, ഐ എം സീരിയസ്, ഐ എം വെരി സീരിയസ് അബൌട്ട് ദിസ് എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തേണ്ടത് കുറച്ച് അഡ്ജക്റ്റീവ്സുകൾ തിരഞ്ഞെടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ആ വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ 7994647166 കേട്ടോ. പിന്നെ രണ്ടാമത്തെ സെൻറ്റൻസ് പഠിക്കുമ്പോൾ ഞാൻ ആണ് എന്നുള്ള സെൻറ്റൻസ് ആയിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്. ഇനി രണ്ടാമത്തെ ആയിരുന്നു. ഞാൻ ആയിരുന്നു, നിങ്ങൾ ആയിരുന്നു, അവൻ ആയിരുന്നു, അവൾ ആയിരുന്നു, ഞങ്ങൾ ആയിരുന്നു, അവർ ആയിരുന്നു, അത് ആയിരുന്നു. ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ഞാൻ ആയിരുന്നു, നോക്കിയേ, ഐ വാസ് എ ഡോക്ടർ, ഞാൻ ഡോക്ടറായിരുന്നു. നിങ്ങൾ ആയിരുന്നു, യു വേർ
WERE വേർ എ ഡോക്ടർ, നിങ്ങൾ ഒരു ഡോക്ടർ ആയിരുന്നു. പിന്നെ അവൻ ആയിരുന്നു. ഹി വാസ് എ ഡോക്ടർ, ഹി വാസ് എ ഡോക്ടർ, അവൻ ഒരു ഡോക്ടർ ആയിരുന്നു. അവൾ ഒരു ഡോക്ടർ ആയിരുന്നു. ഷീ വാസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടർ ആയിരുന്നു. അവർ ഡോക്ടേഴ്സ് ആയിരുന്നു. ദേ വേർ ഡോക്ടേഴ്സ്, ഞങ്ങൾ ഡോക്ടേഴ്സ് ആയിരുന്നു. വി വേർ ഡോക്ടേഴ്സ്, ഞങ്ങൾ ഡോക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഇതിൽ ഇറ്റ് എന്നാണ്. ഇറ്റ് എന്ന് പറയുമ്പോൾ അത് എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെ പറയാം നമ്മൾ, അത് ഒരു എന്താ പറയുക, ഷോപ്പായിരുന്നു അല്ലേ, ആയിരുന്നു എന്നാണ് രണ്ടാമത്തെ നമ്മളുടെ പഠിക്കേണ്ട ചാപ്റ്ററിൻ്റെ പേരെന്ന് വിചാരിച്ചോ. ഒന്നാമത്തെ ആണ്, രണ്ടാമത്തെ ആയിരുന്നു. ഇവിടെ നമ്മൾ പറയില്ലേ അതായിരുന്നു, ഇറ്റ് വാസ് എ ഷോപ്പ്, അതൊരു ഷോപ്പ് ആയിരുന്നു. അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി സ്ട്രോങ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ്. നമ്മളത് ഉപയോഗിക്കേണ്ട സ്ഥലം ഇത് കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് കണ്ടോ. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ ഇറ്റ് വിൽ ബി, അതായത് വിൽ ബി ആയിരിക്കും എന്നുള്ളതാണ്. ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഡോക്ടർ ആയിരിക്കും, അവൾ ഒരു ഡോക്ടർ ആയിരിക്കും, നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കും, അവനൊരു ഡോക്ടർ ആയിരിക്കും, ഞങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കും, അവർ ഡോക്ടേഴ്സ് ആയിരിക്കും. ഇത് സ്ട്രോങ് ആയിരിക്കും എന്ന് പറയില്ലേ ഫ്യൂച്ചറിൽ, ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ ഫ്യൂച്ചറിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു വീട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുണ്ട് ആയിരിക്കും എന്ന് പറയില്ലേ. അപ്പം നോക്കിയേ, ഞങ്ങൾ അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആയിരിക്കും, ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒക്കെ നമ്മൾ പറയുന്നതാണ്. ഐ വിൽ ബി എ ഡോക്ടർ. അപ്പോൾ ഞാൻ ആണെന്ന് പറഞ്ഞപ്പോൾ, ഞാനൊരു ഡോക്ടർ ആണെന്ന് പറഞ്ഞപ്പോൾ ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് എ ഡോക്ടർ. ഇവിടെ ഞാനൊരു ഡോക്ടർ ആയിരിക്കും, ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടോ എപ്പോഴാണെങ്കിലും ഐ വിൽ ബി എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കും, യു വിൽ ബി എ ഡോക്ടർ. അവനൊരു ഡോക്ടർ ആയിരിക്കും, ഹി വിൽ ബി എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടർ ആയിരിക്കും, ഷീ വിൽ ബി എ ഡോക്ടർ. അവർ ഡോക്ടേഴ്സ് ആയിരിക്കും. ഒരു എന്നല്ല, അവരെന്ന് പറയുമ്പോൾ കുറേ അധികം ആളാണ്. ദേ വിൽ ബി ഡോക്ടേഴ്സ്, അവർ ഡോക്ടേഴ്സ് ആയിരിക്കും. ഞങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കും, വി വിൽ ബി ഡോക്ടേഴ്സ്. അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെങ്കിൽ അത് സ്ട്രോങ് ആയിരിക്കും. ഇറ്റ് വിൽ ബി സ്ട്രോങ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും, അത് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ച സെൻറ്റൻസ് ആണ്, രണ്ടാമത്തെ സെൻറ്റൻസിൽ ആയിരുന്നു, മൂന്നാമത്തെ സെൻറ്റൻസിൽ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ ഇങ്ങനൊരു ക്വസ്റ്റ്യനായിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ആണോ, അതായത് ആണെന്ന് നമ്മൾ പറയുമ്പോൾ ആണോ ചോദിക്കില്ലേ, അവനൊരു ഡോക്ടറാണോ, അവളൊരു ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ ഡോക്ടറാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് സബ്ജക്റ്റ് ഐ വെച്ചിട്ട് പറയാം. എം ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണോ. ആർ യു എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടറാണോ. അവനൊരു ഡോക്ടറാണോ, ഈസ് ഹി എ ഡോക്ടർ. അവളൊരു ഡോക്ടറാണോ, ഈസ് ഷീ എ ഡോക്ടർ. ഞങ്ങൾ ഡോക്ടേഴ്സാണോ, ആർ വി ഡോക്ടേഴ്സ്. അവർ ഡോക്ടേഴ്സാണോ, ആർ ദേ ഡോക്ടേഴ്സ്. ഇത് സ്ട്രോങ് ആണോ, ഈസ് ഇറ്റ് സ്ട്രോങ്. കണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഒരു ബുക്കിൽ കറക്റ്റായിട്ട് എഴുതുക. ഇവിടെ ഡോക്ടേഴ്സ് എന്നും ഹാപ്പി എന്നൊക്കെ പറയണത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിന് പകരം പല വേർഡുകൾ വെച്ച് ഇത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി ആണോ എന്ന് ചോദിച്ചില്ലേ, ഇനി അഞ്ചാമത്തെ സെൻറ്റൻസ് ആയിരുന്നോ. അപ്പോൾ എന്താ ആയിരുന്നോ, നമ്മൾ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് എ ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. വാസ് ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടർ ആയിരുന്നോ. വേർ യു എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടർ ആയിരുന്നോ.
വാസ് ഷീ എ ഡോക്ടർ, അവളൊരു ഡോക്ടറായിരുന്നോ? വാസ് ഹി എ ഡോക്ടർ, അവനൊരു ഡോക്ടറായിരുന്നോ? വേർ ദേ എ ഡോക്ടർ, അവരൊരു ഡോക്ടേഴ്സ് ആയിരുന്നു. വേർ ദേ ഡോക്ടേഴ്സ്, അവർ ഡോക്ടേഴ്സ് ആയിരുന്നോ? വേർ വി ഡോക്ടേഴ്സ്, ഞങ്ങൾ ഡോക്ടേഴ്സ് ആയിരുന്നോ എന്നുള്ളതാണ്. പിന്നെ വാസ് ഇറ്റ് സ്ട്രോങ്, അത് സ്ട്രോങ് ആയിരുന്നോ? അപ്പോൾ രണ്ടാമത് പഠിച്ച ആയിരുന്നു എന്ന് പഠിച്ചതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സെൻറ്റൻസാണ് നമ്മളിവിടെ അഞ്ചാമത്തെ അല്ലേ, അഞ്ചാമത്തെ ആയിട്ട് പഠിച്ച കേട്ടോ. ഇനി ഏതാ ഞാൻ ഡോക്ടറായിരിക്കുന്നു നമ്മളിവിടെ പഠിച്ചല്ലോ മൂന്നാമത്തെ സെൻറ്റൻസിൽ. ആയിരിക്കും, ഐ വിൽ ബി എ ഡോക്ടർ. ഇനി ആയിരിക്കുമോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? വിൽ ഐ ബി, ആറാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വിൽ ഐ ബി. ഞാനൊരു ഡോക്ടർ ആയിരിക്കുമോ? അപ്പോൾ അവളൊരു ഡോക്ടർ ആയിരിക്കുമോ? വിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കുമോ എന്ന് തുടങ്ങാം നമുക്ക്. നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കുമോ? വിൽ യു ബി എ ഡോക്ടർ. അവനൊരു ഡോക്ടർ ആയിരിക്കുമോ? വിൽ ഹി ബി എ ഡോക്ടർ. അവളൊരു ഡോക്ടർ ആയിരിക്കുമോ? വിൽ ഷീ ബി എ ഡോക്ടർ. ഞങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കുമോ? വിൽ വി ബി ഡോക്ടേഴ്സ്. അവർ ഡോക്ടേഴ്സ് ആയിരിക്കുമോ? വിൽ ദേ ബി ഡോക്ടേഴ്സ്. അത് സ്ട്രോങ് ആയിരിക്കുമോ? വിൽ ഇറ്റ് ബി സ്ട്രോങ്. അപ്പോൾ 6 സെൻറ്റൻസുകളാണ് നമ്മളിവിടെ പഠിച്ചത്. 6 സെൻറ്റൻസിൽ എന്താ പറയുക, ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്, രണ്ടാമത്തെ സെൻറ്റൻസ് ആയിരുന്നു, മൂന്നാമത്തെ സെൻറ്റൻസ് ആയിരിക്കും, നാലാമത്തെ സെൻറ്റൻസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണോ, അഞ്ചാമത്തെ സെൻറ്റൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നോ, ആറാമത്തെ സെൻറ്റൻസ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കുമോ എന്നുള്ളതാണ്. ഇനി ഏഴാമത്തെ ഒരു സെൻറ്റൻസ്, ഏഴാമത്തെ സെൻറ്റൻസ് നമുക്ക് പഠിക്കാം. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ നമ്മൾ പറയില്ല ആണ്. അപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറല്ല. യു ആർ നോട്ട് എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടറല്ല. ഇവിടെ അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം കേട്ടോ. അപ്പം നിങ്ങളൊരു ഡോക്ടറല്ല. ഇനി അവൻ ഒരു ഡോക്ടറല്ല, ഹീ ഈസ് നോട്ട് എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടറല്ല, ഷീ ഈസ് നോട്ട് എ ഡോക്ടർ. ഞങ്ങൾ ഡോക്ടേഴ്സ് അല്ല, വി ആർ നോട്ട് ഡോക്ടേഴ്സ്. അവർ ഡോക്ടേഴ്സ് അല്ല, ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. ഇത് സ്ട്രോങ് അല്ല, ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്. അപ്പോൾ 9 സെൻറ്റൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞേക്കാണ്. 9 സെൻറ്റൻസ്. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്, രണ്ടാമത്തെ സെൻറ്റൻസ് ആയിരുന്നു, മൂന്നാമത്തെ സെൻറ്റൻസ് ആയിരിക്കും, നാലാമത്തെ സെൻറ്റൻസ് ആണോ, അഞ്ചാമത്തെ സെൻറ്റൻസ് ആയിരുന്നോ, ആറാമത്തെ സെൻറ്റൻസ് ആയിരിക്കുമോ, ഏഴാമത്തെ സെൻറ്റൻസ് അല്ല, എട്ടാമത്തെ സെൻറ്റൻസ് ആയിരുന്നില്ല, ഒമ്പതാമത്തെ സെൻറ്റൻസ് ആയിരിക്കില്ല. മനസ്സിലായോ? ഇങ്ങനെ ഇതിപ്പോൾ നമ്മളുടെ ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഇംഗ്ലീഷ് ബേസിക്കിൻ്റെ ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ പഠിച്ചത് കേട്ടോ. ഇതിൽ ഒരു ചാപ്റ്റർ, ഇങ്ങനെ 5 ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ നമ്മളുടെ ഇംഗ്ലീഷ് ബേസിക് നമുക്ക് സ്ട്രോങ് ആക്കാം. 5 ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ.